ആക്റ്റീവായിട്ട് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിലിംസിൽ ഒരു എഡ്ജ് കിട്ടൂ. പ്രിലിംസിൽ എഫേർട്ട്ലെസ്ലി നമുക്ക് ഉത്തരങ്ങൾ ശരിയാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ ആക്റ്റീവായിട്ട് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് പാർട്ടുകൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു കറക്റ്റ് നമ്പർ കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ് ക്ലാരിറ്റി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് തിങ് യു നീഡ് ഈസ് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചോദ്യത്തിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അതിലെ എല്ലാ വാക്കുകളും നമുക്ക് എന്താണെന്നൊരു ഐഡിയ വേണം. വായിക്കുക. ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അലൈഡ് സെക്ടർ, ഇൻകം വരുമാനം, അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുന്നത് കോർ ഫാമിംഗ് അല്ലാതെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൗൾട്രി ഫാമിംഗ്, റെയറിംഗ്, പിസിക്കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അലൈഡ് ആക്ടിവിറ്റീസ് പറയുന്നത്. പശുവിനെ വളർത്തുന്നു, കോഴിയെ വളർത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ് ഈസ് എക്സെപ്റ്റഡ് ഫ്രം എനി ടാക്സ്. അപ്പൊ ഫാമിംഗിൽ ടാക്സ് എന്ന് പറയുമ്പോഴേക്കും ആരൊക്കെയാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുക? ഇപ്പൊ സെൻട്രൽ ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. എനി ടാക്സ് ആണ് പറയുന്നത്. അപ്പം ആ ആക്ടിവിറ്റി ഒരു ടാക്സും കാണില്ല എന്നുള്ളത്. അപ്പൊ ടാക്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഇമ്പോസ് ചെയ്യാം ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക്? ഇപ്പൊ കോഴി വളർത്തുകയാണ്, ഏതൊക്കെ ടാക്സ് അതിൽ വരാം? സ്ഥലം ടാക്സ് കോർപ്പറേഷന് കൊടുക്കും. നമ്മൾ വിൽക്കുമ്പോൾ CGST, SGST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റും കോർപ്പറേഷനും ഒക്കെ ടാക്സിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. ആ ഒരു ക്ലാരിറ്റി, എന്താണ് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? നമുക്ക് പല പാർട്ടിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ ടാക്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ ഇന്ത്യ, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് നോട്ട് കൺസിഡർഡ് എ ക്യാപിറ്റൽ അസറ്റ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ടല്ല ഇൻകം ടാക്സ് ആക്ട് 1961 കാണുന്നത് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ആക്ട്, ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ടല്ല കാണുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി ആണ് സെക്കൻഡ് പാർട്ട്. യു ഷുഡ് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, അത് ശരിയാവാൻ എത്രത്തോളം സാധ്യതയുണ്ട്, തെറ്റാവാൻ എത്രത്തോളം സാധ്യതയുണ്ട് നമ്മൾ വിലയിരുത്തുകയാണ്. ശരിയാവാൻ നമുക്ക് പോയിന്റ് കിട്ടുമായിരിക്കും, തെറ്റാവാൻ പോയിന്റ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ രണ്ടിനും പോയിന്റ് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പം അനാലിസിസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലൈഡ് ആക്ടിവിറ്റീസ്, കോഴി വളർത്തലും പശു വളർത്തലും പോലുള്ള സാധനങ്ങൾ, സെൻട്രൽ, സ്റ്റേറ്റ്, കോർപ്പറേഷൻ, ലോക്കൽ ഗവൺമെന്റ്സ്, ഇവർക്ക് ആർക്കും ഈ ഒരു ആക്ടിവിറ്റീസിനും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അറ്റ്ലീസ്റ്റ് ബിൽഡിംഗിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ റൂറൽ ഏരിയാസ് ആണെങ്കിൽ പോലും പഞ്ചായത്ത് കരം അടപ്പിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും SGST, CGST ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് മേക്ക് മച്ച് സെൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ തെറ്റാണ് എന്ന് കിട്ടിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ശരിയാവാൻ വല്ല സാധ്യതയുള്ളൂ? ഞാൻ എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം റിലൈ ഓൺ കോമൺ സെൻസ്. തെറ്റാവാൻ തന്നെ സാധ്യത. ആക്ച്വലി ഫസ്റ്റ് തെറ്റാന്നുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ഡി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കുപോലും വേണ്ട. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലൈക്ലി റോങ്, സോ ദ ആൻസർ ഈസ് ഡി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഫാക്ച്വൽ ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൂട്ടില്ല എന്നുള്ളത്. അത് ശരിക്കും ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ലക്കി അതിന്റെ ആവശ്യമില്ല. പകരം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റാവാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദ ആൻസർ ഈസ് ഒബ്വിയസ്ലി ഡി. ഇങ്ങനെ വേണം നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും പ്രിലിംസ് എത്രത്തോളം എഫേർട്ട്ലെസ്ലി നമ്മൾ ക്ലിയർ ചെയ്യുമെന്ന് മനസ്സിലാവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആക്റ്റീവ്ലി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്. ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പോയിന്റുകളും മിസ്സാവും. നമുക്ക് ലോജിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ എഫേർട്ടിനെ സ്ട്രീംലൈൻ ചെയ്യാനായിട്ട്, ആക്റ്റീവ്ലി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് 2 പാർട്ടുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിങ് ക്ലാരിറ്റി. ചോദ്യം, അതിലെ സ്റ്റേറ്റ്മെന്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ആവശ്യമാണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിലെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും വായിച്ച് നമ്മളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കണ്ടന്റിനേക്കാൾ കൂടുതൽ പുതിയൊരു സാധനം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.
Reserve Bank of India mandates all the listed companies in India to submit a business responsibility and sustainability report. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്താ നമുക്കറിയാം. ഇറ്റ് മാൻഡേറ്റ്സ് പറഞ്ഞാൽ എന്തായാലും ചെയ്തിരിക്കണം എന്നാണ്. ഓൾ ദ ലിസ്റ്റഡ് കമ്പനീസ്, എന്താണ് ലിസ്റ്റഡ് കമ്പനീസ് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ്. ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിനോട് നിർബന്ധമായിട്ടും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് RBI പറയുന്നു. എന്ത് റിപ്പോർട്ട്? ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ പേര് വെച്ച് അതെന്തായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം, സസ്റ്റൈനബിലിറ്റി സുസ്ഥിര വികസനം, സുസ്ഥിരത. ഉത്തരവാദിത്തത്തോടെയും സുസ്ഥിരതയോടെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് RBI പറയുന്നത്. അത് എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനോടും സബ്മിറ്റ് ചെയ്യണം. ഷെയർ മാർക്കറ്റിലുള്ള എല്ലാ കമ്പനികളുടെ അടുത്തും അത് സബ്മിറ്റ് ചെയ്യണം എന്നാണ് RBI പറയുന്നത്. അപ്പൊ അതൊരു ക്ലാരിറ്റി വന്നു, എന്താന്ന് നമുക്ക് മനസ്സിലായി. In India, companies submitting a BRSR makes a disclosure in the report that are largely non-financial in nature. സുസ്ഥിരതയോടെയാണ് ബിസിനസ് ചെയ്യുന്നത്, ഉത്തരവാദിത്തത്തോടെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുന്ന ഈ റിപ്പോർട്ട് അത് ലാർജ്ലി നോൺ ഫിനാൻഷ്യൽ നേച്ചർ ആയി. നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്പർ ആയിരിക്കും, പ്രോഫിറ്റ് ലോസ്, ഒരു നമ്പേഴ്സ് ആയിരിക്കും കൂടുതലും ഫിനാൻസിൽ നമ്മൾ പറയുക. നോൺ ഫിനാൻഷ്യൽ നേച്ചർ, അതായത് പ്രോഫിറ്റ് ലോസിനെ കുറിച്ചല്ല, അതല്ലാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഇത് പറയുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലാരിറ്റി. ഇത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തേലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റൂ. അനാലിസിസ്. നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തിട്ട് അത് എന്തുകൊണ്ട് ശരിയാവാം, എന്തുകൊണ്ട് തെറ്റാകാം എന്ന് അനലൈസ് ചെയ്യുക. ഫസ്റ്റ് തിങ്, ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോഴേക്കും ലിസ്റ്റഡ് കമ്പനീസ് പാസീവ് ആയിട്ടാണ് കാണുന്നത്. എന്താ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി വരുന്നില്ല, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ രീതിയിൽ ക്ലാരിറ്റി വരുത്തി ഇനി നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കുക. 100% ഉറപ്പോടെ ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ശരിയായേക്കാം അല്ലെങ്കിൽ തെറ്റായേക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ ചിന്തിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് ഓൾ ദി ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ ടു സബ്മിറ്റ് എ ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഉള്ള എല്ലാ കമ്പനീസിനോടും RBI പറയുന്നു ഈ ഒരു സാധനം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും RBIയുടെ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ RBI ഒരു റെഗുലേറ്ററി ബോഡിയാണ്, അത് റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കുകളെയാണ്. ലിസ്റ്റഡ് കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കമ്പനികൾ കാണും? ബാങ്കുകൾ മാത്രമല്ല, ഫിനാൻഷ്യൽ കമ്പനീസ് മാത്രമല്ല, സിമെന്റ് കമ്പനി കാണും, സിനിമ കമ്പനി കാണും, കൺസ്ട്രക്ഷൻ കമ്പനി കാണും, അങ്ങനെ ഒരുപാട് കമ്പനികൾ കാണും. അപ്പൊ ഇവരോടെല്ലാം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നത് ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്ന് ആലോചിച്ചാൽ മതി. സെബി ഉണ്ട്. ലിസ്റ്റഡ് കമ്പനീസ് പറയുമ്പോഴേക്കും ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കുമ്പോൾ സെബിയാണ്. അപ്പോൾ അത് തെറ്റാവാനാണ് സാധ്യത. ഇപ്പൊ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കാരണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയാണെന്ന് പറയാൻ അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കുകയാണ് ഇത് ശരിയാവാനുള്ള സാധ്യത എന്തൊക്കെയാന്ന് നോക്കുന്നു. അപ്പൊ അതിന് നമുക്ക് പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തെറ്റാവാൻ സാധ്യതയുണ്ടോ നമ്മൾ പിന്നെ ചിന്തിച്ച് നോക്കുക. അതിന് നമുക്ക് പോയിന്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ രണ്ടും വെച്ചിട്ട് നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയാനായിട്ട് പറ്റും. ഇങ്ങനെ വേണം നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഇതിപ്പം ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇത് വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണ് സാധ്യത, തെറ്റാവാനാണ് സാധ്യത. ഇങ്ങനെയുള്ളത് കൊണ്ട് ലിസ്റ്റഡ് കമ്പനീസിനോട് എല്ലാവരോടും മാൻഡേറ്റ് ചെയ്യാനുള്ള അധികാരം RBIക്ക് ഉണ്ടോ എന്നുള്ളൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ സെബി എന്ന് പറയുന്നൊരു ബോഡി അപ്പുറത്തുണ്ട്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. കമ്പനി സബ്മിറ്റിംഗ് BRSR, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലാർജ്ലി നോൺ ഫിനാൻഷ്യൽ ആണെന്ന്. നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ സുസ്ഥിരമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നോൺ ഫിനാൻഷ്യൽ ആവാനാണ് സാധ്യത, അല്ലേ? കാരണം ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോഴേക്കും, ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുമ്പോഴേക്കും പ്രോഫിറ്റ് ലോസ്, നമ്മുടെ ലെൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തത്തോടെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിന് ഉത്തരം പറയുമ്പോഴേക്കും അത് നോൺ ഫിനാൻഷ്യൽ നേച്ചർ ആവാൻ തന്നെയാണ് സാധ്യത. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മേക്ക് സെൻസ്. സോ ദ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി, 2 only. ഇങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ പ്രിലിംസ് അപ്രോച്ച് ചെയ്യാനായിട്ട്. ബേസിക് സാധനങ്ങൾ അറിയണം. സെബി എന്താ, RBI എന്താ, അവരുടെ മാൻഡേറ്റ് എന്താന്നുള്ളത് അറിയണം. ബാക്കി നമ്മൾ ചിന്തിച്ച് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും
പ്രിലിംസ് എത്രത്തോളം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്.